ആവി പറക്കണ കേരത്തല പയ്യെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി വേണ്ട. വാവ്, മണമുണ്ട്. ചാറിന് മേലെ കൂടെ ഒഴിക്കാം. ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നോക്കൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ തോപ്പുംപടിയിൽ മാർക്കറ്റിലാണ് കേട്ടോ, അന്തി മാർക്കറ്റ്. ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 ദിവസം മുമ്പൊരു ഇന്നലെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചൂര മേടിക്കാൻ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരച്ചൂര. അപ്പോൾ അത് മേടിക്കാൻ വന്നപ്പോൾ ചേട്ടൻ്റെ തല കണ്ടപ്പോഴത്തേനും, മീനിൻ്റെ തല കണ്ടപ്പോഴത്തേനും കൊതി വന്ന്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ചൂരത്തല അപ്പോൾ കിട്ടുമോ നോക്കാം. കിട്ടുമോ നോക്കാം. നോക്കിയേ, എവിടെയാണ് തിരിഞ്ഞു നോക്കിയേ. തല ഇതാണ് ചൂര. ഓക്കെ, കാണിച്ചേ. ഇത് ചൂര മറ്റേ പുള്ളിയല്ലേ. വരൂ വീഡിയോയിലാ. ഇപ്പൊ വരൂ. ഇവിടുന്നാണ് നമ്മള് ചൂരത്തല കണ്ടത്. ഇതാണോ തല? ഇവിടെ ചെറുതാണല്ലോ ഇത്. ആളില്ലേ ഇവിടെ? വലിയ തലയുണ്ടോ? വലിയ തല. വലിയ തലയാണ്. നമുക്ക് വലിയ തല എവിടെ കിട്ടും നോക്കാം. അവിടെ നോക്കിയേ, നമ്മളെ വിളിച്ചവിടെ. എവിടെ? ഇല്ല. എവിടെ? വാ. ഇപ്പൊ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നൊരു ടീം. ഓക്കെ, താങ്ക് യു. തലയുണ്ടോ? വലിയ തല ഇല്ല, ഇവിടെയൊന്നും ഇല്ല. വേണ്ട. എവിടെ? ഹലോ ചേട്ടാ, കേരളത്തില എള്ളയില് വലുത് എത്ര kg ഉണ്ട്? സെറ്റായിക്കോ. ഫുള്ളായിട്ട് വേണം. വീഡിയോകളിലെ ക്ലീൻ ചെയ്യണം. പേസ്റ്റൊക്കെ കളഞ്ഞേക്ക്. കേരത്തല ചേട്ടന് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടാ. അത് സൂപ്പറായിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയായതുകൊണ്ട് അടിപൊളിയായിട്ടാണ് ക്ലീൻ ചെയ്ത് കിട്ടി. വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് തല കിട്ടി, നമുക്ക് തലക്കറി വെക്കാൻ പോവാം. അപ്പൊ നമ്മൾ തക്കാളി വാങ്ങിച്ചു, കറിവേപ്പില വാങ്ങിച്ചു കേട്ടോ, പിന്നെ പഴം വാങ്ങിച്ചു. ഇത്ര പഴം വേണ്ടേ? പഴം വാങ്ങിച്ചിട്ടുണ്ട്. വേറൊന്നും വേണ്ടല്ലോ? വേറൊന്നും വേണ്ട. തക്കാളി ഇട്ട് വെക്കണ നല്ലത്. തലയല്ലേ? കക്കയിന് വരുമ്പോ മേടിക്കാട്ടോ. എന്തോ? അല്ല, ഇപ്പൊ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു. ഇനി വരുമ്പോ വാങ്ങാട്ടോ. കക്ക എത്ര പ്രാവശ്യം മേടിക്കാം? അമ്മച്ചി അവിടെ എന്ത് ചെയ്യണേക്കും? ഉള്ളി അരിയുക. അമ്മച്ചിയോട് ഓൾറെഡി പറഞ്ഞത് തലക്കറി മേടിക്കാൻ പോണെന്ന്. തല മേടിക്കാൻ. നീ ഓടിക്കുവോ? എന്ത് മേടിക്കാൻ പോണേ? നാരങ്ങ 10 രൂപ, പച്ച നാരങ്ങ. അപ്പൊ ഞങ്ങളെ ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടി പോയതോട്ടോ. പക്ഷെ എങ്ങും കിട്ടിയില്ല. അപ്പൊ ഞാൻ നാരങ്ങ മേടിച്ചു. ക്ലബ് സോഡ മേടിക്കാൻ പോവാ. ഏത് ക്ലബിലേക്ക് കയറി പോണ? ഇവിടെ ആരുമില്ലേ? നീ ഇവിടെ പോയാലും ആളുണ്ടാവില്ല. ആളില്ലേ? വരുന്നുണ്ട്. ഒരു സോഡ തരുമോ? ക്ലബ് സോഡ അല്ലല്ല, കൊണ്ടുപോകാനാ. അത് എത്രയാ?
അപ്പൊ സോഡ കിട്ടി കേട്ടോ, സോഡയും കിട്ടി നാരങ്ങയും കിട്ടി. എന്താ പരിപാടി? വീട്ടിൽ പോയിട്ട് സോഡ നാരങ്ങ വെള്ളം ഉണ്ടാകാം. സോഡ നാരങ്ങ വെള്ളം കുടിക്കാം. ഞങ്ങള് നാരങ്ങ വെള്ളം അന്വേഷിച്ച് എത്ര കടയിൽ പോയിപ്പാ? 2-3 കടയിൽ പോയി. സ്ഥിരം കുടിക്കുന്ന കടയിൽ പോലും തുറന്നിട്ടില്ല അവിടെ, തുറന്നിട്ടില്ല. അടച്ചും തോന്നുന്നു. രാത്രി നാരങ്ങ വെള്ളം കുടിക്കണെന്താന്ന് ചോദിക്കും ആൾക്കാര്. എനിക്ക് നല്ല ദാഹം എടുക്കുന്നു, അതുകൊണ്ടാ. കുറച്ചു നേരമായി തലക്കറി ആകുമ്പോ പണിയൊക്കെ എടുത്തേ. തലക്കറി ആകുമ്പോ വെക്കുമ്പോളേ ഇടക്ക് സെറ്റാക്കിയാൽ മതി. സോഡ നാരങ്ങ വെള്ളം ചേട്ടന് വേണോ? എനിക്കും വേണം. ചേട്ടൻ നന്നായിട്ട് ഇന്ന് പണിയെടുത്തില്ലേ, അപ്പൊ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് സോഡ കുടിക്കാം. അപ്പൊ വീട്ടിലെത്തിട്ടാ അമ്മച്ചി. എവിടെയാ? ഉള്ളി പിടിച്ചു കഴിഞ്ഞോ? ആ മീൻ തല തല തല. പിന്നെ ഇത് ചെറുതേ കിട്ടിയുള്ളൂ. ഇതിന് വലുതാണോ ഇവിടെ മേടിക്കാറ്? അതെ, അവനോട് എന്താ ശരിയാക്കി തരാം. ശരിയാക്കട്ടെ. നമുക്ക് നമ്മള് സോഡ മേടിച്ചു, പഴം വാങ്ങിച്ചു. നാളെ പള്ളിയിലും പോകണം എനിക്ക്. പക്ഷെ ശരിയാ, പഴം കൊള്ളാം. നാളെ പുട്ടുണ്ടാക്കാം. കഴിഞ്ഞോ? ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് തലക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇല്ല, പണ്ടത്തെ പോലെ പണ്ടെന്നാതി വയസ്സായ. പിന്നാണെങ്കിലേ അമ്മച്ചി, ചേട്ടാ എല്ലാരും പറയുന്നുണ്ട് ചേട്ടാ അമ്മച്ചിയെ കൊണ്ട് പണിയെടുപ്പിക്കുവാണ്, പണിയെടുത്ത് ജീവിക്കുവാണെന്ന്. എന്താ പറയാനുള്ളത്? അതിപ്പോഴല്ലേ വെച്ചാൽ നേരത്തെ പറയാം. അങ്ങനെയല്ല, അത് കാരണം അതൊരു പുതുമയില്ല. കാരണം അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ ചേട്ടൻ എന്താ പറയാനുള്ളേ? ഞാൻ പറയണ അമ്മച്ചിക്ക് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ പണിയാണ് അമ്മച്ചിക്ക് അങ്ങനെ എടുക്കാൻ ഇഷ്ടമാണ് അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ പ്രായത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ നടക്കുന്നില്ല. അമ്മച്ചി ഇങ്ങനെ പണിയെടുക്കണോണ്ടാണ് ഇങ്ങനെ പള്ളിയിലെങ്കിലും പോയി നടക്കുന്നത്. അതെ, നമ്മള് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല കേട്ടോ. നമ്മള് മാക്സിമം പറയും അമ്മച്ചി ഞങ്ങൾ ചെയ്തോളാം, ഞാൻ ചെയ്തോളാം, അവിടെ ഇരിക്കും, TV കണ്ടോ, സിനിമ കണ്ടോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അമ്മച്ചിയില്ലേ, അമ്മച്ചിക്ക് അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അമ്മച്ചിക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പൊ അമ്മച്ചിയെ കൊണ്ട് പറ്റുന്നത് അമ്മച്ചി ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇടുമ്പം അമ്മച്ചിയുടെ കുറെ വെറൈറ്റി കറികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് മക്കൾ എത്ര വലുതായാലും അവരുടെ ആഗ്രഹം എന്താ, അവരുടെ സ്വന്തം അമ്മ വെക്കുന്ന കറികൾ എന്ത് കറിയാലും ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ച് കഴിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് അമ്മച്ചിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെപ്പിക്കുന്നല്ലയോ. ഇപ്പൊ താരം വന്ന പിന്നെ ഞാൻ അങ്ങനെ അടുക്കളയ്ക്ക്, കാരണം എന്റെ സ്റ്റൈലില് കറി വേറെയാണ്. ഞാൻ എന്റെ നാട്ടിലെ കറികളാണ് കൂടുതലും വെക്കാറ്. എന്റെ ഇഷ്ടത്തിൽ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറി കൊടുക്കും. നമ്മ അതിൻ്റെ അകത്ത് തലയിടാൻ പോണത്. അപ്പൊ അമ്മച്ചിയുടെ സ്റ്റൈല് കറികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് അമ്മച്ചി കൂടുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് അമ്മച്ചി പഴയ പോലെ അടുക്കളയ്ക്ക് ഇറങ്ങുന്നില്ല. അമ്മച്ചിക്ക് ഇപ്പൊ സുഖമായി അല്ലേ? താരം വന്നതിന് ശേഷം വല്ലപ്പോഴും കൂടി അമ്മച്ചിക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ അമ്മച്ചിയുടെ കുറെ വെറൈറ്റി കറികളുണ്ട്. അപ്പം ആ ഒരു കറികളൊക്കെ വെക്കാൻ വേണ്ടിട്ട് അമ്മച്ചിയെ കൊണ്ടേ പറ്റുള്ളൂ. പള്ളി പോകാൻ മുമ്പ് എനിക്ക് പറ്റാവുന്ന പണി ഞാൻ കൂട്ടി വെച്ചിട്ട് പോവുള്ളൂ. അമ്മച്ചിക്ക് ഇഷ്ടമല്ല അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അല്ല, ഞാൻ ജസ്റ്റ് കൊറേ കമന്റ് അല്ല നമ്മള് ജസ്റ്റ് കൊറേ കമന്റ് ഉണ്ട്. അപ്പം തെറ്റിദ്ധരിക്കണ്ട നമ്മള് കമന്റ് ചെയ്യുമ്പോഴും നമ്മൾ, കാരണം ഇന്ന് അമ്മച്ചി വലിയൊരു കറിയാണ് ഉണ്ടാക്കാൻ പോന്നെ. ചില കഴുകിക്കൊണ്ട് ആക്കിയത് എൻ്റെ ഭാഗം ഞാൻ തീർത്ത് വെളുത്തുള്ളി പൊളിച്ച്, ഉള്ളി അരിഞ്ഞു വെച്ച്, ഇഞ്ചി വെച്ച്, ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. കമന്റ് അങ്ങനെ ഉണ്ടാവും. മനുഷ്യർക്ക് എന്താണെങ്കിലും കമന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അത് കേൾക്കുക, നമ്മൾ ക്ഷമിക്കുക, അവരോടൊപ്പം നമ്മൾ നീങ്ങുക. അത്ര വലിയ കാര്യം. ചൂരത്തല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടാ. ക്ലീൻ ചെയ്യാൻ ഇത്തിരി പണിയുണ്ട്. കറി ഭയങ്കര വലുതല്ല, ചെറുതാണ് തല. തല ഗുണം കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ല, ഞാൻ പഴയ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ട്. പഴയ വീട്ടിൽ നിന്നല്ലേ അത്? പഴയ വീട്ടിൽ തല കണ്ട? തല അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്താൽ വന്നേക്കണത്. ചോരോക്ക് ഇതേ 5-6 തവണ കഴുകണം. ഇതുണ്ട, ഇതിൻ്റെ മാംസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ കാണുന്നതിൻ്റെ മാംസം, ഈ ഭാഗത്ത് കംപ്ലീറ്റ് മാംസം. കട്ട് ചെയ്യൂല. കട്ട് ചെയ്താണ് സാധാരണ ആൾക്കാർ എടുക്കണത്. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാറില്ല. ചകടയൊക്കെ കളഞ്ഞതാണ് കേട്ടോ. ഇതിൽ ഒരു കരളിരിക്കുന്നുണ്ട്, അത് കളയില്ല. കണ്ണ് കഴിക്കണം.
മീൻ്റെ നല്ല ടേസ്റ്റ്. പണ്ട് ഞങ്ങളേ അജയും ഞാനും കൂടി ഒക്കെ ശരിയാകുമ്പോഴേ അപ്പൊ ഇത് വായാല് ഞാൻ മറ്റേ തക്കാളിയില്ലേ കടിച്ചു വെച്ചിട്ടേക്ക് കഴിക്കുമ്പോ വായയുടെ ഉള്ളിലേക്ക് തക്കാളി വെച്ച് കൊടുക്കും, സേവിക്കും. ഇത് തന്നെ ശരിക്കും ക്ലീൻ ചെയ്യണം കേട്ടാ. ഒരു 4-5 തവണ നല്ല വെള്ളത്തിൽ കഴുകണം. കഴുകിയിട്ട് കാണിക്കായിരിക്കും. ഒന്നും വെക്കല്ലേട്ടാ. മീൻകറി തിളപ്പിക്കാനുള്ള ചട്ടിയാണിത്. ഈ ചക്കക്കയില് ഇത് തിളപ്പിച്ചാൽ മതി. അപ്പൊ മൺചട്ടിയിലാണ് വെക്കണത്. ചേട്ട തലയിത്തിരി ചെറുതായി പോയി. ആണോ? അതൊക്കെ കണക്കിന് 8 മണിക്ക് 6 മണിക്കും പോകണം. തുടങ്ങിയല്ല അപ്പൊ എണ്ണ ചൂടാകുന്നുണ്ടാ. നമ്മളെ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിലാണ് വെക്കണത്. സവാളയിൽ ഇത് ചെയ്യരുത്. എത്ര ഉള്ളി എത്തണം ചെയ്ത്? 6 വലിയ ഉള്ളി എത്തുന്നുണ്ട് കേട്ടാ. വലിയ ഉള്ളി ചെറിയ ഉള്ളി കണ്ട. ചെറിയ ഉള്ളിയിൽ വലിയ ഉള്ളി. അപ്പൊ സെറ്റായിക്കോ. ആ പെട്ടെന്ന് മരിഞ്ഞ നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണ്ടാവും. കല്ലുപ്പല്ല പൊടിയുപ്പ്. അപ്പൊ ഇന്ന് സെറ്റായി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണോട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ഒന്നും ആകണ്ട. ഈ ഒരു ഭാഗത്തിന് മതി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഉള്ളി എന്താ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ഇട്ടേക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വേറെ? ഇത് കൊച്ചി സ്റ്റൈലാണ് കേട്ടോ. തക്കാളി കൂടി ഇടണുണ്ട്. അപ്പൊ താഴെ തക്കാളി കരിഞ്ഞുണ്ടായിരുന്നു. നമ്മൾ തക്കാളി ചെറിയ തക്കാളി ചെറിയ തലയല്ലേ? ആ എന്താ വെച്ച് അപ്പൊ നമുക്ക് അടുത്ത സാധനം കേട്ടാ. അപ്പൊ അമ്മച്ചി ഈ കറിവേപ്പില അരിഞ്ഞ വെച്ചേക്കേട്ടാ. അതോടൊപ്പം തന്നെ പച്ചമുളക് 2 പച്ചമുളക്. അമ്മച്ചിക്ക് ഒരുപാട് സാധനം ഇഷ്ടമാണ്. എല്ലാം കൂടി മിക്സ് ആക്കണം. എല്ലാം കൂടി ഒന്ന് ഇന്ന് ശരിക്കൊന്ന് വഴഞ്ഞിരിക്കണം. എന്തിരുന്നു വഴറ്റണം. നമ്മുടെ കിച്ചൺ സെറ്റ് അല്ലേ ഇപ്പൊ? നമ്മുടെ കിച്ചൺ ഏകദേശം സെറ്റ് ആയിട്ട് വരണം. എങ്ങനെയുണ്ടാവും കിച്ചൺ? അടുക്കള അടുക്കള ഞങ്ങൾ 3 കൂടെ ഒന്ന് ക്ലീൻ ചെയ്തതാണ്ട. ഞങ്ങൾ ചെറിയ ഷെൽഫൊക്കെ പണിത് പൽക്കേരിയിൽ കുട്ടി പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതാണ് ഇപ്പൊ കാണിക്കാത്തത്. പരിപാടി ഒന്ന് സെറ്റാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ചൂട് വഴയണം. അപ്പൊ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, പിന്നെ അപ്പൊ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റാട്ടോ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ 2-3 മാസമായിട്ടേ നമുക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ. ഫ്ലേവറോടെ ഇത് ഓൺലൈനിലായിട്ട് ഞങ്ങൾ മേടിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി സാധനമാണ്. എരിവുണ്ടാവില്ല, നല്ല കളർ. ഒറിജിനൽ കാശ്മീരി മുളക് പൊടിച്ചുണ്ടാക്കുന്നതാണ്. ഞാൻ ഉദ്ഘാടനത്തിന് പോയപ്പോഴേ അവിടെ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മേടിച്ചതാണ്. മതിയോ? ഓക്കെ, ഇതില് മതി ചേട്ടാ. ഇളക്കിയത് മതിയോ? മതിയോ? നല്ല കളറുണ്ട് ഇപ്പം. മതി ഇളക്കിയത്. എണ്ണ കളിയാ ചെറു ഭാഷ പറഞ്ഞ എന്താ പറയാ? എന്താ പറയണ അഞ്ചി? അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ എണ്ണ തിരിഞ്ഞു വന്നിട്ടാ. കണ്ട എണ്ണ കഞ്ഞിയൊക്കെ കണ്ട. അപ്പൊ നമുക്ക് മീൻകറിയും തലക്കറിയൊക്കെ വെക്കുമ്പോ എന്താ മെയിനായിട്ട് ഇടുന്ന? മീൻപുളി, കുടംപുളി എന്ന് പറയും. ഇതണ്ട കുറച്ചധികം ഇടണം. അപ്പൊ ഇതണ്ട ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇത് കിടന്ന് ഒന്ന് തിളച്ചു തന്നെ കേട്ടോ. എന്നിട്ട് നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് ഇത്തിരി ചാറ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തിളച്ചോട്ടെ അല്ലേ അമ്മച്ചി? തിളച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഗ്രേവി തിളക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം.
വേണ്ട തലക്ക് ഇപ്പോൾ പോരാ. ഇതുണ്ട് തലയുള്ളതുകൊണ്ട് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അമ്മച്ചി പറഞ്ഞ പോലെ തല ഇരിക്കുന്നുണ്ടാ. എങ്ങനെ ഇട്ട് കൊടുക്കണം? കുത്തനെ വെച്ച് കൊടുക്കണം അമ്മച്ചി. ഇത് പയ്യെ എടുക്കണേണ്ട വെക്കട്ടെ. കയ്യിലെന്ന് പൊക്കിയിട്ട് ഇങ്ങനെ കുത്തനെ വെക്കാനാ? അങ്ങനല്ലേ? ഒന്ന് പിടിച്ചേ സൈഡിൽ, ഇവിടെ ഒന്ന് പിടിച്ചേ തലട. ഇങ്ങനെയല്ല അമ്മച്ചി പറഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാൻ. എന്താ പില്ലാക്കണം ശരിക്ക്. ചാറ് വേണമെങ്കിൽ ഇനി ഒഴിക്കാട്ടെ നമുക്ക്. അപ്പോൾ നമുക്ക് ഈ തലയിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും. തിളച്ച് വരാന്നിട്ട് ഗ്രേവിയും ചാറൊക്കെ കൂടും. എന്താ ചാറിൻ്റെ കട്ടിയണ്ട. ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാൻ പറ്റും, പൊടിക്കും കൂടി. പൊടിക്കും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ഇത്തിരി കൂടി ഉപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചേ ഇരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തല എപ്പോഴും ചാറിനുള്ളിൽ മുങ്ങി കിടക്കൂല. ഇങ്ങനത്തെ തലയൊക്കെ ആകുമ്പോൾ ഇത്തിരി പൊങ്ങിയായിരിക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് എന്തെങ്കിലും ഒന്ന് മറിച്ചിടണം. ഈ തലയെ കൂടി ഇങ്ങനെ വെള്ളം അല്ലെങ്കിൽ ചാറ് ഒഴിച്ചോണ്ടിരിക്കണം. അപ്പോൾ ഒന്ന് വെന്ത് വെച്ചേട്ടാ, മൂടി വെക്കാം. വെന്ത് വെക്കാം. സെറ്റാക്കിയപ്പാ. ഉപ്പാണ് ഇട്ടത്. ഉപ്പ് കുറച്ചും കൂടി ഇട്ടോ. കുറച്ചുകൂടി കുടിച്ചോ. ഉപ്പ് വേണമായിരുന്നു. കുടിച്ചോ കുടിച്ചോ. കുടിച്ചോ. ക്യാമറമാന് വേണ്ട, അജയ ക്യാമറയാണ്. കടയിൽ പോയി നിങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. ഒരെണ്ണം വാങ്ങിച്ച് ഷെയർ ചെയ്യും. കുട്ടിക്ക് അപ്പൊ നമ്മുടെ മീൻ വെന്തിട്ടില്ലേട്ടാ, സെറ്റായി വരട്ടാ. പിന്നെ തലക്കറി വെക്കലൊക്കെ എപ്പോഴും കാണിക്കുന്നതാ. നമുക്കിനി ഇന്ന് മറിച്ചിടണം. അതിന് ശരിക്കും നമ്മുടെ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്തതിന് ശേഷം ഇനി കാണിക്കുള്ളൂ കേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അല്ലേ. വെന്തതിന് ശേഷം കാണിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത് വേവിക്കലും. ഇത് വേവിച്ചിരിക്കുന്നത് നമ്മൾ തുറന്നിട്ടൊന്ന് ചാറ് തലയുടെ പയലിനെ കൂടി ഒഴിക്കണം. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. കേരളത്തിലെ ശരിയായിട്ടുണ്ട്. കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരിക, നമുക്ക് എല്ലാവരും കൂടി കഴിക്കാം. ഇതേണ്ട ആവി പറക്കണ കേരളത്തില. അപ്പൊ ശരിക്കും ഇന്ന് അല്ല കഴിക്കേണ്ടത്, തരക്കറിയല്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കണം. നമുക്ക് ക്ഷമ ഇല്ല, ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നീ ഒരു ദിവസം വറക്കുന്ന കറി കുട്ടികളില്ല. തലയൊക്കെ നമുക്ക് പിറ്റേ ദിവസം കഴിക്കണല്ലേ. ഇതേണ്ട പയ്യ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി വേണ്ട. വാവ്, മണമുണ്ട്. ചാറിന് മേലെ കൂടി കഴിക്കാം. അമ്മച്ചിയും പുട്ടിനും കൂടി കഴിക്കാനുള്ള പരിപാടിയില്ല. ഇതിൻ്റെ കൂടെ കപ്പയാണ് അല്ലേ. ശരി കപ്പയില്ലേ ഇപ്പം, ചോറാണുള്ളത്. ബ്ലോഗേഴ്സൊക്കെ എപ്പോഴും ഇങ്ങനെ കാണിക്കുള്ളൂ ചോറ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് കഴിക്കാം, അതിന് വേസ്റ്റ് ആവും. ഇട്ടിട്ടുണ്ട്. ചൂടായതുകൊണ്ട് ഇത് മൽപ്പിടുത്തം ഉണ്ടാവും. അപ്പോൾ ഇത്തിരി ചാറ് ചോറിലേക്ക് ഇങ്ങനെ ഒഴിക്കണുണ്ട്. കളർ ഉണ്ടാ. ഇനിയാണ് നമുക്ക് പണി. താര പോയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടോന്നേ. ഉള്ളിൽ വേണ്ട മാംസം കണ്ട. ഉള്ളിൽ മാംസമുണ്ട്.
ലോക്ക്. അപ്പോൾ ഞാൻ പയ്യെ എടുക്കണേ എൻ്റെ ഇത് പൊട്ടിച്ചെടുക്കണേ, മാംസം മാത്രം എടുക്കണേ. ഇതൊക്കെയാണ് മാംസം. എന്താ എങ്ങനെയുണ്ട് താര? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താരക്ക് വായിൽ വെച്ച് കൊടുത്താൽ കഴിക്കൂല, കണ്ടാൽ കൊതി വരും, പക്ഷേ തല ഞാൻ കഴിക്കില്ലാത്തതുകൊണ്ട് കഴിക്കണില്ല. ശരിക്കും ഞങ്ങളേ ഇത് നാളെയാണ് കഴിക്കുന്നുള്ളൂ. ഇത് ഞങ്ങൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കണ്ണേ ഒന്നും തോന്നരുത് കേട്ടോ താര. ഇതെന്താ കണ്ണ് ചുരുത്തെടുത്തേ. ഇപ്പോൾ കമൻറ്റ് വരും, ആൾക്കാരിങ്ങനെ പറയും കണ്ണ് ഭയങ്കര ഇഷ്ടമാണല്ലോ, ആരും പറയാറില്ല. പിന്നെ കണ്ണ് കഴിച്ചാൽ നമുക്ക് കാഴ്ച ശക്തി കൂടും. ഇതുണ്ട്, ഇത് നിങ്ങൾ കുഴക്കുക. ഞാനാ വീട്ടിലെ കണ്ണൊക്കെ കളയും. കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നോക്കൂ. നിനക്ക് തരുന്നില്ല. ഇതേണ്ട ആൾക്കാർ കൊതിക്കരുത് അതെ, കുറച്ച് പിടിയാൻ. ഇതേണ്ട സൗണ്ട് കേൾപ്പിക്കല്ലേ, സൗണ്ട് കേൾപ്പിക്കല്ലേ. ഒരു കണ്ണാണ്ടല്ലേ. അയ്യോ കണ്ണ് കഴിച്ചു, അത് കഴിക്കാൻ പാടുണ്ടോ? അടിപൊളി. എന്താ പറയാനുള്ള? എനിക്ക് ഒന്നും പറയാനില്ല. കാലത്തല്ല ശരിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി നോക്കൂ. പോലെ 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 നാടൻ പോയി മാറ്റാൻ അമ്മച്ചോട് പറയണം. അപ്പം അത് പറഞ്ഞ പറ, ഇത് കയറത്തല ഉണ്ടാക്കി കഴിക്കാൻ പറ. നിങ്ങളും ഇങ്ങനെ കാലത്തല വാങ്ങിച്ച് ഇതുപോലെ കഴിക്ക്. അമ്മയും മക്കളും എല്ലാവരും കൂടി കഴിക്കണം കേട്ടോ. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റുകളിലെ ആൾക്കാർ ഒരിക്കലും തല മേടിക്കരുത് കേട്ടോ. നല്ല മണമായിരിക്കുള്ളൂ, നമ്മളറിയില്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാർ അറിയും. അപ്പോൾ ഫ്ലാറ്റുള്ള ആൾക്കാർ കേരളത്തല മേടിക്കണമെങ്കിൽ ഇത് മുഴുവനായിട്ട് മേടിക്കരുത്. നല്ല ശരി ക്ലീൻ ചെയ്തിട്ട് വെട്ടി അരിഞ്ഞിട്ട് മേടിക്കുക. വീടുകളിലാണെങ്കിൽ നല്ല മണം ഉണ്ടാവും. ഞങ്ങൾ പിന്നെ ജനലൊക്കെ തുറന്നിട്ടങ്ങനെ അത്ര സ്മെല്ല് അറിയില്ല, നല്ല സ്മെല്ലുണ്ടാവും ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ. നമ്മുടെ വീടിന് അധികം ജനലുണ്ട്, ജനലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കേരളത്തല അടിപൊളിയായിട്ട് വെച്ചു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.